അപ്പൊ തുടങ്ങാം. ഫ്ലാഷ് ബാക്ക്. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് പ്രസവവേദന വന്നത്. അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്. ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് പ്രസവം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് നീ കുത്തിയിടുന്ന പപ്പായ പോലെ കിടക്കൂ അടിക്കെടുക്കൂ. ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. സുഗുണേട്ടന്റെ തറവാട്ടിലെ ഇത്രയും ഭയങ്കരികളായ പെണ്ണുങ്ങളുണ്ടെന്നുള്ള വിവരം ഞാൻ ഇപ്പോഴാട്ടോ അറിയണത്. A few moments later. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ നിന്നും ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. നിങ്ങൾ ആഘോഷിച്ചോളൂ, നിങ്ങൾ എന്നെ ആക്രമിച്ചോളൂ, നിങ്ങൾ എന്നെ ആക്ഷേപിച്ചോളൂ. ഇതിലൊന്നും എനിക്ക് വ്യക്തിപരമായി യാതൊരു പരാതിയുമില്ല. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് കട്ട കൂടെ വന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റി. കഥ തിരക്കഥ സംഭാഷണം അച്ചു. നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നതിലൂടെ, നിങ്ങൾ എന്നെ ആക്രമിക്കുന്നതിലൂടെ ഇവിടുത്തെ മറ്റൊരു മാഫിയയ്ക്ക് വലിയ രീതിയിൽ കേരളത്തിൽ പിടിമുറുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത്. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരു കാലത്ത് സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്ന കാര്യമാണ് പ്രസവം എന്ന് പറയുന്ന ഒരു വാക്കിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത്. വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ ഒരു കാലത്ത് എന്ന് ഉപയോഗിച്ചുകൊണ്ടും തമാശ രൂപേണ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയാവുന്ന ഒരു കാര്യം എന്ന് കൂടി ഒരു ഇൻവെർട്ടഡ് കോമയിലാണ് ഞാനിത് പറഞ്ഞത്. കുറെ നാളായി നിന്നെ സഹിക്കുന്നു. വേണ്ടാന്ന് വെക്കുന്തോറും എന്നിട്ട് ഒരു കാലത്ത് സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞ ആ എൻജോയ് എന്ന വാക്കും അതൊരു പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലുള്ള എന്റെ പ്രാവീണ്യക്കുറവാകാം. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് നല്ല ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടില്ലേ? നീ ആള് കാണുന്ന പോലെ നല്ല സാഹിത്യകാരൻ തന്നെ. ഞാൻ കൃത്യമായി പറഞ്ഞത് അമ്മയാകാൻ കൊതിക്കുന്ന നിമിഷത്തിന്റെ ആനന്ദം എന്ന അർത്ഥത്തിലാണ്. അല്ലാതെ പ്രസവം എന്ന് പറയുന്ന വേദന നിറഞ്ഞ ഒരു പ്രവൃത്തിയല്ല ഞാൻ അവിടെ പറയുന്നത്. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. മാതൃത്വത്തിനൊരു ലഹരിയുണ്ട്, പിതൃത്വത്തിനൊരു ലഹരിയുണ്ട്. അത് ആസ്വദിക്കണമെങ്കിൽ ഒരു നല്ല പിതാവായ നിമിഷങ്ങൾ എൻജോയ് ചെയ്യാൻ കഴിയണം. ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് അതാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇന്ന് കുട്ടികൾ അമ്മയാകാൻ ഭയപ്പെടുന്നത്, സ്ത്രീകൾ അമ്മയാകാൻ ഭയപ്പെടുന്നത് ഗർഭകാലഘട്ടത്തെ ഒരു രോഗകാലഘട്ടമാക്കി സമൂഹം ട്രീറ്റ് ചെയ്തതിലൂടെ സംഭവിച്ചതാണ്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. നോർമൽ ഡെലിവറിയാണ് ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഏറ്റവും ആരോഗ്യവതിയായി നിലനിർത്തുന്നത് എന്ന സയൻസിനെ നിങ്ങൾ മറന്നുകൊണ്ടാണ് അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ടാണ് സിസേറിയനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് 10 മുതൽ 15% വരെ ഈ നോർമൽ ഡെലിവറി നിലനിർത്താൻ WHO പറയുമ്പോൾ കേരളത്തിൽ 40 മുതൽ 45% വരെ സിസേറിയൻ നിരക്കാണ് നമുക്കിവിടെ ഉള്ളത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അപ്പൊ നിങ്ങൾ എന്നെ എതിർക്കുക, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുക എന്നതിലൂടെ നിങ്ങൾ ഇപ്പുറത്ത് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യമാണ്. നിങ്ങളെന്ന് മനസ്സിലാക്കുക. നിന്റെ ഓരോ കളികളെ എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ.